நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. മാണിക്യവാചക സ്വാമിയുടെ തിരുവാചകത്തിലെ തിരുക്കോത്തുമ്പിയിലെ അടുത്ത ചില പാടലുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കണ്ണപ്പൻ പോലുള്ളിൽ കൂറില്ല, എന്നാലും എന്നപ്പൻ എന്നെ തൻ ദാസനാക്കി നെറിയോടെ വാഴുമാറാക്കി വായെന്ന് ഓതി കരുണയാ നീടുന്നോൻ പൊന്നുപോലെ തിരുനീറണിഞ്ഞിടും ഈശൻ്റെ ചാരത്ത് വരിവണ്ടേ ചെന്നണഞ്ഞു പാടുക നീ. അല്ലയോ പണ്ടേ നീ ഈശൻ്റെ ചാരത്ത് ചെന്ന് പാടുക. എന്താണ് പാടേണ്ടത്? കണ്ണപ്പൻ പോലുള്ളിൽ കൂറില്ല, എന്നാലും എന്നപ്പൻ എന്നെ തൻ ദാസനാക്കി. എൻ്റെ അപ്പൻ, എൻ്റെ പിതാവ് എന്നെ ദാസനാക്കി തീർത്തു, എന്നെ അടിമയാക്കി മാറ്റി. എന്താണ്? എനിക്ക് ഭഗവാനോട് കണ്ണപ്പനെ പോലുള്ള കൂറില്ല. നമ്മൾ ഇതിനു മുമ്പ് പെരിയ പുരാണത്തിൽ കണ്ണപ്പൻ്റെ ജീവിത കഥ കണ്ടതാണ്. കണ്ണപ്പൻ ഒരു വേടനായിരുന്നു. വേടനായ കണ്ണപ്പൻ ശിവഭക്തി കൊണ്ട് അവസാനം ശിവൻ്റെ വിഗ്രഹത്തിൽ നിന്ന് ചോര വരുന്നത് കണ്ടിട്ട്, ആ കണ്ണിൽ നിന്ന് ചോര വരുന്നത് കണ്ടിട്ട് തൻ്റെ സ്വന്തം കണ്ണ് പിഴുതെടുത്ത് ശിവന് അർപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ശിവൻ പ്രത്യക്ഷനായി കണ്ണപ്പനെ ആശീർവദിക്കുകയും കണ്ണപ്പനെ തൻ്റെ അടുത്ത് തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഈ കഥ നമ്മൾ പെരിയ പുരാണത്തിൽ കണ്ടതാണ്. അതായത് കണ്ണപ്പൻ ശിവനോടുള്ള തീവ്ര ഭക്തി കൊണ്ട് ജീവിതം തന്നെ ത്യജിക്കാൻ തയ്യാറായി ശിവന് വേണ്ടിയിട്ട്. അപ്പോൾ ശിവന് വേണ്ടി ആരാണോ ആത്മത്യാഗം വരെ ചെയ്യാൻ തയ്യാറാകുന്നത്, അത്രയ്ക്ക് തീവ്ര ഭക്തിയൊന്നും അല്ലയോ ഭഗവാനെ അവിടത്തോട് എനിക്കില്ല. അതുകൊണ്ട് അല്ലയോ ഭഗവാൻ, അങ്ങനെയുള്ള ഭക്തിയില്ലാത്ത എന്നെപ്പോലും എന്നപ്പൻ എന്നെ തൻ ദാസനാക്കി. എൻ്റെ പിതാവായ ശിവൻ എന്നെ ദാസനാക്കി, എന്നെ അടിമയാക്കി സ്വീകരിച്ചു. ഇത് വലിയൊരു അനുഭവ തീവ്രമായൊരവസ്ഥയാണ്. അതായത് ശിവൻ തന്നെ ദാസനാക്കി മാറ്റി. അത്രയൊന്നും ഭക്തിയില്ലാത്ത തന്നെ പോലും ശിവൻ ദാസനാക്കി മാറ്റിയെങ്കിൽ മറ്റുള്ളവരുടെ കഥ പറയണോ എന്നാണ് ഇവിടെ മാണിക്യവാചകം ധ്വനിപ്പിക്കുന്നത്. അതായത് ശിവനോട് അത്ര തീവ്ര ഭക്തിയില്ലാത്തവരെ പോലും ശിവൻ അനുഗ്രഹിച്ച് ശിവൻ്റെ ദാസനാക്കി മാറ്റും. അപ്പോൾ ഇവിടെയൊക്കെ ശിവനോടുള്ള അഗൈതവമായ സ്നേഹമാണ്, ഈശ്വര സ്നേഹം കൊണ്ട് നിറഞ്ഞ് കവിയുന്ന ഒരു കവിഹൃദയമാണ് ഇവിടെ നാം കാണുന്നത്. അപ്പോൾ അൻപേ ശിവം എന്നുള്ളത്, അതായത് ശിവനോടുള്ള നിതാന്തമായ സ്നേഹം, ആ സ്നേഹത്തിൻ്റെ പല പല തട്ടുകളാണ് ഇവിടെ വിവരിക്കുന്നത്. തീവ്രതരമായ സ്നേഹമാണ് മാണിക്യവാചകർക്ക് ശിവനോടുള്ളത്. കണ്ണപ്പനെ പോലുള്ള തീവ്രഭക്തിയൊന്നുമില്ലെങ്കിലും തന്നെയും ഭഗവാൻ ദാസനാക്കി തീർത്തല്ലോ. എന്തൊരു ദയാവായ്പാണ് ഭഗവാൻ എന്നോട് കാണിച്ചത്, എന്തൊരു കാരുണ്യമാണ് ഭഗവാൻ എന്നോട് കാണിച്ചത്. അങ്ങനെയുള്ള ഭഗവാനോട് എനിക്ക് നിറഞ്ഞ ഭക്തി, നിറഞ്ഞ സ്നേഹം, ആ വാക്കാണ് കൂടുതൽ യോജിക്കുക. സ്നേഹമെന്ന ആ മഹാഭക്തിയാണ് എനിക്ക് ഭഗവാൻ ശിവനോടുള്ളത്.
നെറിയോടെ വാഴുമാറാക്കി. നെറിയോടെ, അതായത് ശിവമാർഗത്തിൽ തന്നെ വാഴുവാൻ എനിക്ക് പ്രേരണ നൽകി. എൻ്റെ ഓരോ നിമിഷത്തെ ജീവിതവും ശിവമാർഗത്തിലൂടെ ചരിച്ചു കൊണ്ടായിരുന്നു എന്നാണ് മാണിക്യവാചകർ പറയുന്നത്. ശിവൻ്റെ സ്നേഹമാർഗത്തിലൂടെയാണ് താൻ നിരന്തരം സ്നേഹിച്ചുകൊണ്ട്, ലോകത്തെ മുഴുവനും സ്നേഹിച്ചുകൊണ്ട്, സ്നേഹം വിതറിക്കൊണ്ട്, ശിവസ്നേഹം വിതറിക്കൊണ്ട്, ശിവസ്നേഹം പകർന്നുകൊണ്ട് ഞാൻ ഓരോ നിമിഷവും ജീവിക്കുന്നു. അതിന് എന്നെ തയ്യാറാക്കിയത് നെറിയോടെ വാഴുമാറാക്കിയ ഭഗവാനാണ്. അങ്ങനെ ശിവമാർഗത്തിലൂടെ ഞാൻ ചരിച്ചിതാ മുന്നേറുന്നു. എന്നിട്ട് ഭഗവാൻ എന്നെ എന്ത് ചെയ്തു? വാ എന്ന് ഓതി കരുണയാ നേടുന്നോൻ. ആ കാരുണ്യവാനായ ശിവൻ എന്നെ വരൂ വരൂ, എൻ്റെ അരികിലേക്ക് വരൂ എന്ന് ക്ഷണിച്ച് എന്നെ ദാസനാക്കി മാറ്റി. അപ്പോൾ ശിവൻ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. അതായത് ഭക്തൻ അങ്ങോട്ടേക്ക് പോവുകയല്ല, മറിച്ച് ഭക്തനെ ശിവൻ തൻ്റെ അരികിലേക്ക് സ്നേഹം കൊണ്ട് ആകർഷിച്ച് വരുത്തുകയാണ് ചെയ്തത്. ഇതാണ് സ്നേഹത്തിൻ്റെ മഹാശക്തി. നാം അതിനെ പ്രേമമെന്ന് പറയുന്ന ഈ ഭാവത്തെ നാം ശിവനോടുള്ള പ്രേമമാകുമ്പോൾ അത് നിതാന്തമായ ഭക്തി എന്ന വാക്കാണ് നാം ഉപയോഗിക്കുന്നത്. അങ്ങനെ ഭക്തിയുടെ ഏറ്റവും തീക്ഷ്ണമായ അവസ്ഥയിൽ ഭക്തനെ കൊണ്ടു ചെന്നെത്തിക്കുകയും ഭക്തനെ തൻ്റെ അരികിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. വായെന്നോതി കരുണയാ നീടുന്നവൻ, കാരുണ്യവാനായ ശിവൻ. എപ്പോഴും കാരുണ്യത്തിനിവിടെ വളരെ പ്രാധാന്യമുണ്ട്. ശിവൻ അത്രമേൽ കാരുണ്യവാനാണ്. എത്ര കഠിന ഹൃദയനെ പോലും തൻ്റെ അരികിലേക്ക് വിളിച്ചു വരുത്തി അഭയം നൽകാൻ ശിവൻ എപ്പോഴും തയ്യാറാണ്. അത്രയ്ക്ക് ദയാലുവാണ് ശിവൻ. പൊന്നുപോലെ തിരുനീറണിഞ്ഞിടും, ശരീരമാകെ പൊന്ന് അണിഞ്ഞതുപോലെ തിരുനീറാണ് ഭഗവാൻ അണിഞ്ഞിരിക്കുന്നത്. തിരുഭസ്മമാണ് അദ്ദേഹം അണിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭസ്മത്തിൻ്റെ മഹാത്മ്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. തിരുഭസ്മം എന്ന് പറയുന്നത് ശിവൻ അണിയുന്ന ഭസ്മമാണ്. അതുകൊണ്ട് ശിവഭക്തന്മാരെല്ലാം ഭസ്മം ധരിക്കുന്നു. അവരുടെ പാപത്തെ ഇല്ലാതാക്കാൻ, അവരുടെ ജനിമൃതികളെ ഇല്ലാതാക്കാൻ ഈ ഭസ്മലേപനം കൊണ്ട്, ശിവഭസ്മലേപനം കൊണ്ട് സാധിക്കുമെന്നാണ് ശിവഭക്തന്മാർ വിശ്വസിക്കുന്നത്. അതുകൊണ്ടൊരു ശിവഭക്തനെ തിരിച്ചറിയാൻ എളുപ്പമാണ്. അയാൾ ശരീരത്തിലാകെ ഭസ്മം പൂശിയിരിക്കും. അത് ശിവസാമീപ്യം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. ഭസ്മം പൂശുക എന്ന് വെച്ചാൽ ശിവനെ തന്നെ ശരീരത്തോട് ചേർത്ത് പിടിക്കുക, ശരീരത്തിൽ അണിയുക എന്നാണ്. ഈശൻ്റെ ചാരത്ത് വരിവണ്ടേ ചെന്നണഞ്ഞ് നീ പാട്ടെല്ലാം പാടുക. ഈശൻ്റെ ചാരത്ത് ചെന്ന് അല്ലയോ വരിവണ്ടേ ഈ സ്തുതി ഗീതങ്ങൾ നീ ആലപിക്കുക. അപ്പോൾ കണ്ണപ്പനെ പോലുള്ള ഭക്തി തനിക്കില്ലെങ്കിലും തന്നെ ശിവൻ അടിമയാക്കി ദാസനാക്കി സ്വീകരിച്ചത് എന്തൊരു കാരുണ്യം കൊണ്ടാണ്. ആ ദേവനെ എന്നിങ്ങനെ പൊയ് ദേവന്മാരെ വാഴ്ത്തും ലോകത്തിൽ ആ ദേവന്മാരുടെ കൂറിടാത്തോനായി ഞാൻ ചേർന്ന് നിന്നെ തന്നെ തേടി മെയ്ത്തേവർ ചാരച്ചെന്നത് വണ്ടേ. അനേകം ദേവന്മാർ ഈ ഭൂമിയിലുണ്ട്. അനേകം ആയിരക്കണക്കിന് ദേവന്മാരെ ആയിരക്കണക്കിന് ജനങ്ങൾ ആയിരക്കണക്കിന് രീതിയിൽ ഭജിക്കുന്നുണ്ട്. പല മാർഗങ്ങളിലൂടെ ഓരോരുത്തരും ഓരോ ദേവന്മാരെ ഭജിക്കുന്നു. ആ ദേവൻ, ഈ ദേവൻ, ആ ദേവൻ എന്നൊക്കെ പറഞ്ഞ് പൊയ് ദേവന്മാരെ വാഴ്ത്തും. പൊയ്യായ ദേവന്മാരെ, ശരിയല്ലാത്ത ദേവന്മാരെ, അതായത് യഥാർത്ഥമല്ലാത്ത മിഥ്യയായ ദേവന്മാരെ പാടിപ്പുകഴ്ത്തുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അതായത് പല ദേവന്മാരെ പല രീതിയിൽ ആരാധിക്കുന്നവരുണ്ട്. അതൊക്കെ പൊയ്യാണെന്നാണ് മാണിക്യവാചകർ പറയുന്നത്. ഏക ദൈവം മാത്രമേ ഉള്ളൂ. ആ പരബ്രഹ്മത്തെക്കുറിച്ച് മാത്രമേ നാം ഈശ്വരനായി സ്വീകരിക്കാവൂ എന്നാണ് പറയുന്നത്. പല ദേവന്മാരുണ്ട്. ആ പൊയ് ദേവന്മാരെ ഒന്നും സ്വീകരിക്കാതെ ഞാൻ എന്ത് ചെയ്തു? ലോകത്തിൽ ആ ദേവന്മാരുടെ കൂറിടാത്തോനായി, ആ ദേവന്മാരോട് എനിക്ക്
കാര്യമായ സ്നേഹമൊന്നുമില്ല. അങ്ങനെയുള്ള ഞാൻ അങ്ങയോട് ചേർന്ന് നിന്നെ തന്നെ ഈശ്വരനായി വരിച്ചിരിക്കുന്നു. അങ്ങനെ അനേകം പൊയ്ദേവന്മാരെ ശ്രദ്ധിക്കാതെ, അവരോട് സ്നേഹം കാണിക്കാതെ നിന്നെ തന്നെ, അല്ലയോ ഭഗവാൻ, എൻ്റെ സ്നേഹത്തിൻ്റെ ആ മഹാലോകം മുഴുവനും നിനക്കായി ഞാൻ സമർപ്പിച്ചു. നീയാണെൻ്റെ ഏകദൈവം. ആ ഏകദൈവമായ ഭഗവാൻ ശിവനെ ഞാനിതാ പ്രാപിക്കാൻ ശ്രമിക്കുന്നു. കൂട്ടിയ സമ്പത്തും പെൺകളും മക്കളും കുലവും പഠിപ്പും എന്നീ വിധത്തിൽ ഭ്രാന്തായ ലോകത്തിൽ ജന്മവും മൃത്യുവും ഏറ്റിയ ചിത്തഭ്രമത്തിൽ നിന്നും മോചനമേകിയ ജ്ഞാനസ്വരൂപൻ്റെ ചേവടി ചെന്ന് ചേർന്ന് പാടൂ പണ്ടേ. നീ ജ്ഞാനസ്വരൂപനായ ശിവൻ്റെ ചേവടി ചേർന്നിട്ട് പാടൂ. എന്താണ് പാടുന്നത്? കൂട്ടിയ സമ്പത്തും പെൺകളും മക്കളും കുലവും പഠിപ്പും ഒന്നും എനിക്ക് കൂട്ടായി വരില്ല. അതെല്ലാം ഭ്രാന്തായ ലോകത്തിൽ ജന്മവും മൃത്യുവും ഏറ്റുന്ന ചിത്തഭ്രമമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നാം ഈ ലോകത്ത് കാണുന്നതെല്ലാം ഒരർത്ഥത്തിൽ ചിത്തഭ്രമമാണ്, യഥാർത്ഥ കാഴ്ചയല്ല. അയഥാർത്ഥമായ മിഥ്യയായ പൊയ്യായ കാഴ്ചകളാണ്. എന്താ? കുട്ടികൾ, സമ്പത്ത്, ഭാര്യ, മക്കൾ, അങ്ങനെ കുലം, പഠിപ്പ്, ഇതൊക്കെ എന്താണ്? ഭൗതിക ജീവിതത്തിലെ കേവലം മായാസ്വരൂപങ്ങളാണ്. ഭ്രാന്തായ ലോകത്തിൻ്റെ പ്രത്യേകതകളാണ്. അപ്പോൾ ഭ്രാന്ത് പിടിച്ച ലോകത്തിലാണ് നാം ജീവിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ ഭ്രാന്തമായ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എന്തൊക്കെയാണ്? കൂട്ടിയ സമ്പത്ത്, കുന്നുകൂട്ടിയ സമ്പത്ത്, അതുപോലെ ഭാര്യ, അതുപോലെ പെൺവർഗം, അതുപോലെ മക്കൾ, കുലം, പഠിപ്പ്, ഇതൊന്നും മരണസമയത്ത് നമ്മുടെ കൂടെ വരില്ല. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, ശിവകർമ്മങ്ങൾ മാത്രമേ നമ്മോട് കൂടെ വരികയുള്ളൂ. ഇതെല്ലാം ഭ്രാന്തായ ലോകത്തിൻ്റെ ജൽപ്പനങ്ങളാണ്, ഭ്രാന്തായ ലോകത്തിൻ്റെ പൊയ്മുഖങ്ങളാണ്. അപ്പോൾ ഈ സമ്പത്തും അതേപോലെ തന്നെ മക്കളും അതേപോലെ പഠിപ്പും കുലവും എല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിലെ പൊയ്മുഖങ്ങളാണ്. അതൊന്നും യാഥാർത്ഥ്യമല്ല, അയഥാർത്ഥമായ പൊയ്മുഖങ്ങളാണ്. ഈ പൊയ്മുഖങ്ങൾ മരിക്കുമ്പോൾ നമ്മുടെ കൂടെ വരികയില്ല. അതുകൊണ്ട് ഈ ഭ്രാന്തമായ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ജന്മവും മൃത്യുവും ഏറ്റിയ ചിത്തഭ്രമത്തിലാണ് നാം കഴിഞ്ഞുകൂടുന്നത്. അപ്പോൾ ജനിമൃതികളുടെ ആ മഹാ ആവർത്തനത്തിൽപ്പെട്ട് ചിത്തഭ്രമത്തിൽപ്പെട്ട് നാം കഴിയുകയാണ്. അപ്പോൾ സാധാരണ ജനങ്ങൾ ചിത്തഭ്രമത്തിൽപ്പെട്ട് ഈ ഭോഗസുഖങ്ങളുടെ പിന്നാലെ പാഞ്ഞു പോയി അത് കിട്ടാതെ വീണ്ടും ദുഃഖിച്ച് കഴിയുന്നു. ഇത് ജീവിതത്തിൻ്റെ ഭ്രാന്തമായ പൊയ്മുഖമാണ്. യഥാർത്ഥ മുഖമെന്ന് പറഞ്ഞത് സ്നേഹസ്വരൂപനായ ശിവൻ്റെ മുഖമാണ്. ആ ശിവൻ്റെ സ്നേഹത്തിൽ അലിഞ്ഞു ചേരുക, അതിനു വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ എന്നെ ഈ പൊയ്മുഖത്തിൽ നിന്ന്, ഈ ഭ്രാന്തമായ ലോകത്തിൽ നിന്ന് എനിക്ക് മുക്തി നൽകിയിരിക്കുന്നു. അപ്പോൾ ശിവനോടുള്ള ആ അഗൈതവമായ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഈ ജീവിതത്തിൽ നിന്ന്, ഈ പൊയ്മുഖത്തിൽ നിന്ന്, ഈ ഭ്രാന്തമായ ലോകത്തിൽ നിന്ന് അല്ലയോ ഭഗവാൻ, അങ്ങ് എനിക്ക് മോചനം നൽകി. അങ്ങ് ജ്ഞാനസ്വരൂപനായ ഭഗവാന്റെ അടിമയാക്കി മാറ്റി. അപ്പോൾ ജ്ഞാനസ്വരൂപനായ അറിവിൻ്റെ ലോകത്തിൽ അറിവിൻ്റെ ദേവനായ ശിവൻ്റെ ചേവടി ചേർന്ന് എനിക്ക് ജീവിക്കാൻ അവസരം അങ്ങ് നൽകി. അപ്പോൾ എന്തൊരു കാരുണ്യമാണ് ഭഗവാൻ ശിവൻ എന്നോട് കാണിച്ചത്. ഈ ചിത്തഭ്രമമായ ലോകത്തിൽ നിന്ന് എന്നെ വിടുതി നൽകിക്കൊണ്ട് എനിക്ക് അങ്ങയുടെ സ്ഥായിയായ എന്നും നിലനിൽക്കുന്ന മഹാസ്നേഹത്തിൻ്റെ മഹാശിവപ്രപഞ്ചത്തിലേക്ക് എനിക്ക് പ്രവേശനം നൽകി. എന്തൊരു കാരുണ്യം കൊണ്ടാണ് അങ്ങ് എനിക്ക് ഈ ദിവ്യമായ സ്നേഹം, ഈ ശിവസ്നേഹം എൻ്റെ ഹൃദയത്തിൽ നിറച്ചത്.
അപ്പോൾ ശിവസ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയം നിറഞ്ഞ് കവിയുകയാണ്. ആ ശിവസ്നേഹം മുഴുവനും ശിവഭഗവാനിൽ നിന്ന്, ജ്ഞാനസ്വരൂപനായ ശിവനിൽ നിന്നാണ് എന്നിലേക്ക് പ്രവഹിച്ചത്. എന്തൊരു കാരുണ്യ വായ്പാണ് അല്ലയോ ഭഗവാൻ അങ്ങ് എന്നോട് കാണിച്ചത്. കണ്ണപ്പൻ്റേതുപോലുള്ള തീവ്ര ഭക്തിയൊന്നുമില്ലാത്ത വെറും സാധാരണക്കാരിൽ വച്ച് സാധാരണക്കാരനായ എന്നെ അങ്ങ് ദാസനായി സ്വീകരിച്ചുവല്ലോ. അങ്ങയുടെ ചേവടി ചേർന്ന് ഞാനിതാ അങ്ങയുടെ ശിവമാർഗത്തിലൂടെ സഞ്ചരിച്ച്, സ്നേഹമാർഗത്തിലൂടെ സഞ്ചരിച്ച് എല്ലാവർക്കും ശിവസ്നേഹം പകർന്നുകൊണ്ട് ഞാൻ ജീവിക്കുന്നു. ഈ മഹനീയ ജീവിതം എനിക്ക് നൽകിയ അല്ലയോ ഭഗവാൻ, ഞാൻ അങ്ങയുടെ അടിമയാകുന്നു, ഞാൻ അങ്ങയുടെ ദാസനാകുന്നു. ദാസരിൽ വച്ച് അടിയാർക്കും അടിയോനായിട്ട് ഞാനിതാ അങ്ങയുടെ നിത്യദാസനായി ഈ ശിവസ്നേഹത്തിൽ മുങ്ങി ശിവസാക്ഷാത്കാരത്തിലേക്ക് ഇതാ നടന്നെടുത്തുകൊണ്ടിരിക്കുന്നു. അല്ലയോ ഭഗവാൻ, എൻ്റെ ഈ ദിവ്യമായ അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ച അല്ലയോ ശിവഭഗവാനെ, ഞാനിതാ നന്ദി പറയുന്നു. 1000 നന്ദി. ഈ അവസ്ഥയിൽ എൻ്റെ കൃതജ്ഞത മുഴുവനും, എൻ്റെ ആ സ്നേഹവായ്പ മുഴുവനും അല്ലയോ വണ്ടേ നീ ശിവഭഗവാന്റെ ചേവടിയിൽ ചെന്ന് പാടുക. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലയോ ശിവഭഗവാനെ, അങ്ങയുടെ അടിമകളിൽ വച്ച് അടിമയാണ് ഞാൻ. എന്നെ സ്വീകരിച്ച് എന്നിൽ മഹാസ്നേഹത്തിൻ്റെ മഹാപ്രവാഹം അങ്ങ് എന്നിലേക്ക് മഴ പോലെ പൊഴിച്ചു. ഈ സ്നേഹജലത്തിൽ മുങ്ങിക്കുളിച്ച് രസിക്കുന്ന ഞാൻ അങ്ങയുടെ നിത്യദാസനാണ്. ഈ നിത്യദാസനായ എന്നെ അല്ലയോ ഭഗവാൻ എപ്പോഴും അനുഗ്രഹിക്കണമേ. ഇതാണ് മാണിക്യവാചകരുടെ പ്രാർത്ഥന. ഈ നിതാന്തമായ പ്രാർത്ഥന കേട്ട്, ഈ കരളലിയിക്കുന്ന പ്രാർത്ഥന കേട്ട്, ഈ ഉള്ളൊരുക്കുന്ന, അതായത് എല്ലിനെ പോലും ഒരുക്കുന്ന ഈ പാട്ട് കേട്ടിട്ട് ശിവഭഗവാൻ പുളകിതഗാത്രനാകുകയും മാണിക്യവാചകർക്കും അത് കേൾക്കുന്ന നമുക്കും ശരിക്കും മോചനവും അതേപോലെ തന്നെ സ്നേഹത്തിൻ്റെ മഹാപ്രപഞ്ചവും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓം ശിവായ നമഃ.